സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏറ്റവും മികച്ച ഇലക്ഷൻ മാനേജർമാരിൽ ഒരാൾ എപ്പോഴും കെ ബാബുവായിരുന്നു. അപ്പൊ അദ്ദേഹം മാറി നിൽക്കുന്നു. അപ്പൊ അതുപോലെ ഇലക്ഷൻ മാനേജ് ചെയ്യാൻ പറ്റുന്നു. ഉദാഹരണം പറഞ്ഞാൽ 2016 കെ ബാബുവിന് ലഭിച്ച വോട്ട്, BJPക്ക് ലഭിച്ച വോട്ട് എന്നിങ്ങനെ നമ്മൾ കണക്ക് കൂട്ടിയാൽ അത് കഴിഞ്ഞ് അതായത് കെ ബാബു തോൽക്കുമ്പോൾ BJPയുടെ വോട്ട് കൂടുന്നു, കെ ബാബു ജയിക്കുമ്പോൾ BJPയുടെ വോട്ട് കുറയുന്നു. എന്ന് വെച്ചാൽ BJPയിലേക്ക് പോകാൻ സാധ്യതയുള്ള വോട്ടിനെയും ആകർഷിക്കാൻ കഴിയുന്ന നേതാവായിരുന്നു അദ്ദേഹം എന്നാണ് വളരെ വേഗത്തിൽ പറഞ്ഞു പോയപ്പോൾ അത് പറഞ്ഞതാണ്. ഇനി സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് സമുദായ സമവാക്യം എപ്പോഴും പാലിക്കണം. അതായത് ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള റെപ്രസെന്റേഷൻ കൊടുക്കണം. സാന്ദർഭികമായി അദ്ദേഹം ആ വിഭാഗത്തിൽ നിന്നുള്ള ആളായിരുന്നു. വൈപ്പിനിലും തൃപ്പൂണിത്തുറയിലുമാണ് കോൺഗ്രസ് അത് പരിഗണിക്കാറുള്ളത്. കോൺഗ്രസ് എല്ലാ കാലത്തും അങ്ങനെയുള്ള സാമുദായിക സമവാക്യം പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡെപ്യൂട്ടി മേയറായി ദീപക് ജോയിക്ക് ഒരു സാധ്യതയുണ്ട്. അംബി സുബ്രഹ്മണ്യം എന്ന പേരുണ്ട്. ഇവരൊക്കെ നല്ല യുവ നേതാക്കളാണ്. പക്ഷെ എത്രത്തോളം കെ ബാബുവിനെ പകരക്കാരനാകാൻ കഴിയും ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെ അല്ലാത്ത പേരുകളുണ്ട്. ഉദാഹരണത്തിന് രാജു പി നായർ നല്ല കോൺഗ്രസിന്റെ യുവ നേതാവ് എന്ന നിലയ്ക്ക് ഉയർന്നു വരുന്ന ഒരു മുഖമാണ്. തൃപ്പൂണിത്തുറക്കാരൻ തന്നെയായ കഴിഞ്ഞ തവണ കെ ബാബുവിന്റെ ഇലക്ഷൻ ക്യാമ്പയിനുകളിലെ പ്രധാനപ്പെട്ട മുഖമായിരുന്നു ചലച്ചിത്ര താരം കൂടിയായ രമേശ് പിഷാരടി. ഇത്രയും പേരുകളാണ് ഉള്ളത്. പക്ഷെ സ്വാഭാവികമായും എം ലിജു ആലപ്പുഴയിൽ നിന്ന് വരുന്നൊരു നേതാവാണെന്ന് മാത്രമല്ല അദ്ദേഹം നേരത്തെ കെ സുധാകരന്റെ ക്യാമ്പിലുണ്ടായിരുന്ന ആളാണ്. എറണാകുളത്തിന്റെ ഒരു പൊളിറ്റിക്സുമായി എത്രത്തോളം യോജിച്ചു പോകും എന്നറിയില്ല. പക്ഷെ ഇതാണ് ഇപ്പോഴുള്ള പേരുകൾ. അപ്രതീക്ഷിത പേരുകൾ വരാനുള്ള സാധ്യത വളരെ ചുരുക്കമാണ്. പക്ഷെ കെ ബാബുവിന്റെ താല്പര്യം കൂടി ഇതിലൊരു പ്രധാനപ്പെട്ട ഘടകമാകും എന്നാണ്. ഇടത് ക്യാമ്പും സമാനമായ രൂപത്തിൽ നമ്മൾ ആ പേരുകൾ പറഞ്ഞു. പക്ഷേ UDFനെ സംബന്ധിച്ച് ഈ പേരുകളിൽ തന്നെ എത്തി നിൽക്കാനാണ് സാധ്യത. പക്ഷേ ഈ ക്യാമ്പയിനെ മുന്നിൽ നിന്ന് നയിക്കും കെ ബാബു. അങ്ങനെ വരുമ്പോൾ സ്ഥാനാർത്ഥി ഒരു പ്രശ്നമാകില്ല എന്നാണ് UDFന്റെ ഒരു ആത്മവിശ്വാസം, അവർ പുറത്തു പറയുന്ന ആത്മവിശ്വാസം. പക്ഷേ കെ ബാബുവിന്റെ സ്ട്രാറ്റജി അതേപടി പിന്തുടരാൻ കഴിയുന്ന ഒരാൾക്കായിരിക്കും ഈ തിരഞ്ഞെടുപ്പിനെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ കഴിയും.